ഇന്ന് നമ്മൾ ബോംബെ ബിരിയാണിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയല്ല, ഓയിലാണ് ഞാനിത് എടുക്കുന്നത്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് ഒരു 3 മീഡിയം സൈസ് പൊട്ടറ്റോയാണ്. അത് ഈ രീതിയിൽ വലിയ പീസസ് ആക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മുടെ പൊട്ടറ്റോയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതെടുത്ത് കോരി മാറ്റാം. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള 3 വലിയ സവാള സ്ലൈസ് ചെയ്തെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരു വലിയ കുടം വെളുത്തുള്ളി, അത് പിന്നെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചിയും 7 പച്ചമുളകും. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി മിക്സിയിൽ അരച്ചെടുത്താണ്. അത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് വഴന്നു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഇത് 1 കിലോ ചിക്കനാണ്. മീഡിയം സൈസ് പീസസ് ആക്കി കട്ട് ചെയ്തതാണ്. ഇത് നമുക്ക് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ 5 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ചിക്കൻ്റെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 3 മീഡിയം സൈസ് തക്കാളിയാണ്. നന്നായി പഴുത്ത തക്കാളിയാണിത്. അതിട്ട് കൊടുക്കാം. പിന്നെ ഇത് 1 കപ്പ് കട്ട തൈരാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് ബിരിയാണി മസാല ചേർത്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമുക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നാഷണലിൻ്റെ ബോംബെ മസാല ബിരിയാണിയാണ് എടുക്കുന്നത്. ഞാൻ ഈ പാക്കറ്റ് മുഴുവനായിട്ടും ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അതിന് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അരി വേവിക്കാനായിട്ട് വയ്ക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ഏലക്ക, ഒരു 4 ഗ്രാമ്പു, പിന്നെ 2 ചെറിയ കഷ്ണം പട്ട, പിന്നെ ജാതിപത്രി, ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് അല്പം മുമ്പിൽ നിൽക്കുന്ന രീതിക്ക് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് 3 കപ്പ് ബസ്മതി റൈസാണ്. അത് ഞാൻ ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് വെച്ചിരുന്നു. ഇനി ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കനിൽ നിന്നും തനിയെ വെള്ളം വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആദ്യം വറുത്ത് മാറ്റി വെച്ചിരുന്ന പൊട്ടറ്റോ അതിട്ട് കൊടുക്കാം. ഇനി ചിക്കൻ കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഒരു 90% കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഡയറക്റ്റ് ഈ രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. അരി ഒരു 90% വേവാണ് ആയിട്ടിരിക്കുന്നത്.
മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് അല്പം മല്ലിയിലയും പുതിനയിലയും സവാള വറുത്തതും കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരല്പം മാത്രം മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. കുറച്ച് സവാള വറുത്തത്, ഇതെല്ലാം ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇടുന്നതേ ഉള്ളൂ. കുറച്ച് കാഷ്യൂനട്ട്, കിസ്മിസ് ഇവിടെ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഒരു അലുമിനിയം ഫോയിൽ വെച്ചതിന് ശേഷം കവർ ചെയ്ത് നമുക്ക് അടച്ചു വയ്ക്കാം. നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂവ് ഉണ്ടെങ്കിൽ അത് അല്പം പാലിൽ ചേർത്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യാൻ പോവാണ്. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഇനി ഒരു പഴയ പാൻ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു. ഇത് ഇപ്പോൾ അതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബിരിയാണി എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. ചിക്കനെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം.